ധാരാളം പുതിയ ഡെവലപ്മെന്റ്സുകൾ സോളാറിൽ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും ഒരു കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഇന്ന് സോളാർ എന്ന് പറയുന്നത്. കാരണം 2050 നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ 80% ഉൾക്കൊള്ളുന്ന താപവൈദ്യുത നിലയങ്ങളെല്ലാം അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ 80% വൈദ്യുതി എങ്ങനെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാനൊക്കെ എന്നുള്ളൊരു വിഷയം നിലനിൽക്കുമ്പോൾ അതിന് പ്രത്യേകമായ ഉൽപ്പാദന പ്രക്രിയകളൊന്നും ഇപ്പോൾ സാധ്യമല്ല. അതുകൊണ്ട് അതിന് താപവൈദ്യുത നിലയം പാടില്ല, ജലവൈദ്യുത ആണവ നിലയങ്ങൾ പാടില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ നോക്കുന്ന ഒരേ ഒരു സ്രോതസ് എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജിയാണ്. റിന്യൂവബിൾ എനർജി എന്ന് പറയുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ആ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു നഷ്ടപ്പെടാണ്ടിരിക്കുന്നു. ഇപ്പോൾ ജലമാണ് നമ്മൾ വൈദ്യുതി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നെങ്കിൽ ആ ജലം ഉൽപ്പാദന ശേഷം ജലമായി തന്നെ ലഭിക്കുന്നു. കാറ്റാണെങ്കിൽ കാറ്റ് ഉൽപ്പാദന ശേഷം കാറ്റ് അവിടെ കിട്ടുന്നു. അല്ലെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശമാണെങ്കിൽ സൂര്യപ്രകാശം കൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം അവിടെ കിട്ടും. ഇതാണ് പുനരുപയോഗ ഊർജ പ്രക്രിയ എന്ന് പറയുന്നത്. അതിലെ ഏറ്റവും പോപ്പുലറായ സോളാർ ഇൻഡസ്ട്രിയാണ് ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുന്നതും അതിൻ്റെ പ്രസക്തി വളരെ കൂടുതലായതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് PM സൂര്യഘർ യോജന എന്നൊരു പദ്ധതിയിലൂടെ ഏകദേശം 78,000 രൂപ വരെയുള്ള സബ്സിഡി കൊടുത്തിട്ട് ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ വളരെ കാലഘട്ടത്തിൽ ഒരു 10-100 വർഷക്കാലം കൊണ്ടുണ്ടായ ഒരു വൈദ്യുതിയുടെ ഉൽപ്പാദന രീതികൾ 100-150 വർഷം കൊണ്ടുണ്ടായ വൈദ്യുതിയുടെ രീതികളെ കേവലം 5-10 വർഷം കൊണ്ട് മറ്റൊരു ദിശയിലേക്ക് തിരിക്കുമ്പോൾ സ്വാഭാവികമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ചിലതാണ് ഇപ്പോൾ നമ്മൾ വളരെ പ്രശ്നമായി കാണുന്നതും ഫേസ് ചെയ്യുന്നതുമൊക്കെ. അപ്പം അതിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നു. ഉദാഹരണത്തിന് ആദ്യകാലങ്ങളിൽ നമുക്കൊരു കിലോ വാട്ട് വൈദ്യുതി 1 കിലോ വാട്ട് പാനലുകളിൽ നിന്ന് സോളാർ പാനലുകളിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന വൈദ്യുതി എന്ന് പറയുന്നത് 4 യൂണിറ്റൊക്കെ ആയിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് ഏകദേശം 6 യൂണിറ്റ് വരെ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള ബൈഫേഷ്യൽ പാനൽസ് എന്നൊക്കെ പറയുന്ന പുതിയ തരം സാങ്കേതിക വിദ്യ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ സാധാരണ ഒരു വീടുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായത് എങ്ങനത്തെയാണ് അന്ന് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സാർ പറയുകയാണെങ്കിൽ സാധാരണ വീടുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എങ്ങനത്തെ ആയിരിക്കും? ഇപ്പോൾ ഇത് സാധാരണക്കാരുടെ ലെവലിലേക്ക് വന്നു എന്നുള്ളതാണല്ലോ ഈ സബ്സിഡി കൊടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് സമ്പന്നരായ ഒരു വിഭാഗത്തിന് സബ്സിഡിയുടെ ആവശ്യമില്ല. അവർ ലാഭകരമായ ഏർപ്പാടല്ലാതെ തന്നെ തീർച്ചയായിട്ടും അനുഭവയോഗ്യമാക്കും. അപ്പോൾ സാധാരണക്കാരിലേക്ക് വന്നിരുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു സൈസിങ് ആണ് ഉദ്ദേശിച്ചെങ്കിൽ ഒരു വീടിന് എങ്ങനെയാണ് പൊതുവേ ആൾക്കാർ ചോദിക്കാറുള്ള 2000 സ്ക്വയർ ഫീറ്റിലുള്ള വീടിന് നമുക്ക് എത്രൻ്റെ സോളാർ വയ്ക്കണം, അല്ലെങ്കിൽ 3000 സ്ക്വയർ ഫീറ്റിൻ്റെ എത്ര വയ്ക്കണം, അങ്ങനെ ഒരു അടിസ്ഥാനപരമായ കാരണങ്ങൾ നമുക്ക് പറയാനൊക്കെ ഉണ്ട്. ഒരു വീടിൻ്റെ വലിപ്പവുമായി ബന്ധപ്പെട്ടല്ല സോളാർ നിലയങ്ങൾ സ്ഥാപിക്കുന്നത്. സോളാർ നിലയങ്ങൾ സ്ഥാപിക്കുന്നത് ഒരു വീടിൻ്റെ ഉപയോഗക്രമവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അതിന് എത്ര യൂണിറ്റ് വൈദ്യുതി നമ്മൾ ഉപയോഗിക്കുന്നു അതിന് ആനുപാതികമായിരിക്കണം നമ്മൾ സോളാർ വൈദ്യുത നിലയങ്ങൾ സ്ഥാപിക്കേണ്ടത്.